എക്സലിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരുവിധം ഉപയോഗിച്ചിട്ടുള്ള ഓപ്ഷൻ ആയിരിക്കും ഫ്രീസ് പാൻ. ഇതൊരു എംപ്ലോയീസിൻ്റെ അറ്റൻഡൻസ് രജിസ്റ്ററാണ്. അപ്പോൾ നമുക്ക് ഈ മുകളിലെ ഹെഡ് ഫ്രീസ് ചെയ്യണം. ഓക്കെ അല്ലേ? ഈ ഹെഡ് ഫ്രീസ് ചെയ്യണം. അതുകൊണ്ട് റോ 6 ക്ലിക്ക് ചെയ്തു. ഫ്രീസ് വ്യൂ ടാബിൽ ഫ്രീസ് പാനിൽ വന്നിട്ട് ഫ്രീസ് പാൻ കൊടുത്തു. ഓക്കെ, താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഹെഡ് ഫ്രീസ് ആവുന്നുണ്ട്. എംപ്ലോയി കോളം ഫ്രീസ് ചെയ്യണം. അങ്ങനെ വലത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എംപ്ലോയിൻ്റെ കോളം ഫിക്സ് ആയി നിൽക്കണം. അത് എ കോളമാണ്. അപ്പോൾ നമ്മൾ ബി കോളം ക്ലിക്ക് ചെയ്തു, ഫ്രീസ് പാൻ കൊടുത്തു. ഓക്കെ, അത് ഫ്രീസ് ആവുന്നുണ്ട്. ഓക്കെ അല്ലേ? വലത്തോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഫ്രീസ് ആവുന്നുണ്ട്. പക്ഷേ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മളെ ഹെഡ് അവിടെ ആ ഹെഡിലെ ഫ്രീസ് പാൻ ചെയ്ത എഫക്റ്റ് പോയി. ഓക്കെ അല്ലേ? നമ്മൾ ഈ ഹെഡ് ഫിക്സ് ആയി നിൽക്കുന്നില്ല. ഓക്കെ, ഇത് രണ്ടും ഒരേ സമയം ഈ ഹെഡും ഫ്രീസ് ചെയ്യണം, അതേപോലെ തന്നെ എംപ്ലോയി കോളം ഫ്രീസ് ചെയ്യണം. അപ്പോൾ അത് ജോയിൻ്റ് ആവുന്ന ഈ ഒരു ഏരിയ, ഓക്കെ, ഈ ഒരു ഏരിയ, ഈ B6 എന്ന് പറയുന്ന സെല്ല് ക്ലിക്ക് ചെയ്യുക, ഫ്രീസ് പാൻ കൊടുക്കുക. ഇപ്പോൾ ഒരേ സമയം താഴോട്ടും സ്ക്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ,